കൊണ്ട് കട്ടൻ ചായ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും, അതേപോലെ തന്നെ മുടി വളർത്തിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നതേ ഇല്ല, മുടി വളരുന്നതേ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തേയിലപ്പൊടി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ AVTയുടെ ചായപ്പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇലയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി നിറച്ചും ഇലയെടുക്കുക. ഞാൻ ഇന്നിവിടെ 1 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഇതിലേക്ക് കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് കൊണ്ടുവച്ച് നല്ല പോലെ അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം. വെട്ടി തിളപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് നമുക്ക് 1 ഗ്ലാസ് പോലും തികച്ച് കിട്ടില്ല. അത്രയ്ക്കും നമ്മൾ വറ്റിച്ചെടുക്കണം, എന്നാലാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുമ്പോഴേ കണ്ടോ 1 ഗ്ലാസ് പോലും ഇല്ല, ഇത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു തേയില വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. ഇത് നമുക്ക് 2 രീതികളിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ രാവിലെയും ചെയ്യാം, രാത്രിയിലും ചെയ്യാം കേട്ടോ. രാത്രിയിൽ ജസ്റ്റ് നിങ്ങൾ വകച്ചിലെടുക്കുക. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും സ്പ്രേ ചെയ്യണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കോരി ഒഴിക്കല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം മാത്രം നിങ്ങൾ കെട്ടിവെക്കുക. അതല്ലാതെ ഈ ഒരു നനവൊടുക്കിനെ തന്നെ നിങ്ങളിത് സ്പ്രേ ചെയ്ത പാടെ മുടി കെട്ടി വെക്കരുത്, അത് മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് 3 ദിവസം ചെയ്യാം. രാത്രി ചെയ്യുക, പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ മുടി കഴുകിയെടുക്കുക. ഇനിയിപ്പോൾ രാത്രി ചെയ്യാൻ ഇഷ്ടമില്ല, രാത്രി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉണ്ടല്ലോ വെറുതെ ഈ ഒരു വെള്ളം നിങ്ങളുടെ സ്കാൽപ്പിൽ മുഴുവനായിട്ടും തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ മുടി കഴുകിയെടുക്കണം കേട്ടോ. ഷാമ്പു ഒന്നും നിങ്ങൾ ഇടരുത്. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് അടുപ്പിച്ച് 3 ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കൊത്തായിട്ട് മുടി കൊഴിച്ചിലാണ്, അതേപോലെ തന്നെ ചീപ്പിയിൽ ഫുള്ളായിട്ട് മുടി കൊഴിച്ചിലാണ്. മുടി കൊഴിച്ചിൽ കാരണം സഹിക്കാൻ വയ്യാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 3 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത്രയും എഫക്റ്റാണ് ഈ ഒരു തേയില വെള്ളത്തിനുള്ളത് കേട്ടോ. അതേപോലെ തന്നെ 3 ദിവസം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് ഒരു 1 മന്തൊക്കെ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടിയും വളർത്തിയെടുക്കാൻ പറ്റും. മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കാനും പറ്റും. കാരണം തേയില വെള്ളം അത്രയും സ്ട്രോങ് ആണ്. നമുക്ക് ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളത് ഇതേപോലെ സ്പ്രേ ബോട്ടിലിൽ ആക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിലിൽ ആക്കി വെച്ചിട്ടാണ് സ്പ്രേ ചെയ്യാറുള്ളത്, രാവിലെ ചെയ്യാറില്ല. രാവിലെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഉണ്ടാക്കി എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. രാത്രിയിൽ ചെയ്യുന്നവർ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി വെച്ച് ചെയ്താലും മതി. ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു തേയില വെള്ളം ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനിയുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് കാണിച്ചു തരാം. എന്താണെന്നറിയാമോ, ഇപ്പം മിക്ക ആൾക്കാരും പറയുന്നുണ്ട് കുഴൽ കിണറിൽ വെള്ളമാണ്, അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത വെള്ളമാണ്, ഈ വെള്ളം ചേരണില്ല, ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, വെള്ളം ചേരണില്ല, മുടി കൊഴിച്ചിലുണ്ട്. അങ്ങനെ വെള്ളം ചേരാതിരിക്കുമ്പോഴും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വെള്ളം ചേരാത്തത് കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ, നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് തല കഴുകാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബക്കറ്റോളം ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് നിങ്ങളൊരു ചെറുനാരങ്ങ ഉണ്ടല്ലോ, ഒരു ഫുള്ളായിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര് അതിലോട്ട് പിഴിഞ്ഞു കൊടുത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ മുടി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സും അതേപോലെ തന്നെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിലൂടെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഒരുപാട് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ട്. അതെനിക്ക് മെസ്സേജസ് ഒക്കെ ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞാനും പേഴ്സണലി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.